ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ കുറിച്ച് കേൾക്കാത്തൊരാരും തന്നെ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ വീട്ടിലെല്ലാവർക്കും അല്ലെങ്കിൽ ഒരു പകുതി ആൾക്കാർക്കെങ്കിലും പോളിസികൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്? അതായത് LIC ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് വളരെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോളിസികൾ വിൽക്കുന്നതും ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും LIC വഴിയുള്ള നമ്മുടെ പോളിസികളാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഫോം ചെയ്യുന്നത് 1 സെപ്റ്റംബർ 1956 ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയതിൻ്റെ പേരിലാണ് ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് 1956 ഫോം ചെയ്യുന്നത്. അന്ന് ഫോം ചെയ്യുമ്പോൾ 245 ഇതേ സ്വഭാവമുള്ള കമ്പനികൾ ഇതിൽ മെർജ് ചെയ്തിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് LICയെ നിയന്ത്രിക്കുന്നത്. ഈ LICയിൽ 96.5% ഷെയർസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ്. എന്നാൽ 2022 മെയ്യിൽ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ട് 3.5% ഷെയർസ് പബ്ലിക്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1956 LIC ഫോം ചെയ്യുന്നത്. 245 കമ്പനികൾ മെർജ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണ്. ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയതിൻ്റെ ഇതിലാണ് ഈ LIC ഫോം ചെയ്തിരിക്കുന്നത്. 245 കമ്പനികളും ഇതിൽ മെർജ് ചെയ്തിട്ടുണ്ട്. 96.5% ഷെയർസും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. 22 മെയ്യിൽ 3.5% ഷെയർസ് പബ്ലിക്കിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് LICയുടെ ചരിത്രം. ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യമായിട്ടുണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.